വെൽക്കം ടു എജുപോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന +2 ജോഗ്രഫി ആണ് അല്ലെ. +2 ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയാലോ ഏതൊക്കെയാണെന്നുള്ളത് അല്ലെ. അതിനു മുന്നേ നമ്മൾ എവിടെയാണ്? ജോഗ്രഫിയിലാണ് അല്ലെ. അപ്പൊ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നിങ്ങൾ എല്ലാവരും +1 പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ് എന്ത് അല്ലെ ജോഗ്രഫി എന്നുള്ളത്. അപ്പൊ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ +1 പഠിച്ചതിന്റെ ഒരു തുടർച്ച നമുക്ക് എവിടെയും കാണാൻ പറ്റും. +2 നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജോഗ്രഫി അല്ലെ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എന്തിനെ കുറിച്ചുള്ള പഠനമെന്ന് പറഞ്ഞേ. എന്തിനെ കുറിച്ചുള്ളതാണ്? ഭൂമിയെ കുറിച്ചും അതിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചും പരിസ്ഥിതിയെ കുറിച്ചും അല്ലെ ഉള്ള പഠനമാണ്. മാത്രമല്ല അല്ലെ ആ പരിസ്ഥിതിയെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് അതിന്റെ പ്രവർത്തനങ്ങളും അല്ലെ ഒരു റിലേഷൻഷിപ്സ് ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു വസ്തു അല്ലെ ഭൂമിയുടെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ആ വസ്തു അവിടെ മാത്രം എന്താണ് കാണപ്പെടുന്നത് അല്ലെ, നമ്മുടെ ഭാഗത്തൊന്നും കാണപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതേപോലെ കാലാവസ്ഥ സ്വാധീനങ്ങളുണ്ടോ അല്ലെ, വ്യത്യസ്ത കാലാവസ്ഥകൾ അല്ലെ, ഭൂപ്രകൃതി, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്സ് അല്ലെ, സോയില്, ഒരുപാട് കാര്യം നമ്മളോട് പഠിക്കുന്നുണ്ട്. നമ്മൾ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ജോഗ്രഫിയിൽ നമുക്ക് +2 പാർട്ട് A, B ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ പാർട്ട് Aയിലും B ആയിട്ട് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് എന്തുണ്ട് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കിയാലോ പാർട്ട് A ഒന്നാമത്തെ പാഠം ഏതാണ് അല്ലെ. ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഏതൊക്കെയാണ് അല്ലെ. ഒന്നാമത്തെ പാഠം ഏതാണ്? ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ് അല്ലെ. മാനവിക ഭൂമിശാസ്ത്രം അല്ലെ, അതിന്റെ സ്വഭാവവും വ്യാപ്തിയും അല്ലെ. നമുക്കറിയാം നമ്മൾ ഇതുവരെ +1 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ഹ്യൂമൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അല്ലെ മനുഷ്യന് ഭൂമിയിൽ എന്തെങ്കിലും അല്ലെ ജോഗ്രഫിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ മനുഷ്യനുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താ പഠിച്ചു +1 എന്താണ്? നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സുകളും അല്ലെ കൂടുതൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ +2 വന്നപ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനുണ്ടായത്? എന്താണ്? ഹ്യൂമൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോഗ്രഫി, ഭൂമിശാസ്ത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഹ്യൂമൻ ജോഗ്രഫി അല്ലെ മാനവിക ഭൂമിശാസ്ത്രം അല്ലെ, ഭൂമിയിലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, അവന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതായത് സെറ്റിൽമെന്റുകൾ അല്ലെ, അവന് എങ്ങനെയാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത് അല്ലെ, അതിന് നമ്മുടെ ഭൂമിശാസ്ത്രവുമായിട്ട് റിലേഷൻ ഉണ്ടോ അല്ലെ. ഇപ്പം പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെ, അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലെ ഉള്ള ഓരോ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കൾച്ചർ അല്ലെ, ഇതൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? നമ്മൾ ഹ്യൂമൻ ജോഗ്രഫിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാനവിക ഭൂമിശാസ്ത്രം അല്ലെ മനുഷ്യന് ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ഇവിടെ ബന്ധമുണ്ടോ, അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്ത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ജിയോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് നോക്കാനുണ്ട് അല്ലെ. അപ്പൊ ചെറിയ ചാപ്റ്റർ ആണ് നോക്കുക, കാണുമ്പോൾ ചെറിയ ചാപ്റ്റർ ആയിരിക്കും, പക്ഷെ എന്തുണ്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ട് അല്ല. നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ജിയോഗ്രഫി ആൻഡ് ഹ്യൂമൻ ജിയോഗ്രഫി അല്ലെ. ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? അത് രണ്ടും ഒന്നാണോ? അത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ, രണ്ടും ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കും അല്ലെ. നമുക്കറിയാം ഫിസിക്കൽ ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഭൗതികപരമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. മൗണ്ടെയിൻസുകൾ അല്ലെ, അതുപോലെ തന്നെ റിവേഴ്സ് അല്ലെ, പിന്നെ എന്തൊക്കെയുണ്ട്? പീഠഭൂമികൾ അല്ലെ, സമതലങ്ങള്, മരുഭൂമികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ചുറ്റുഭാഗം ഭൂപ്രകൃതികൾ അല്ലെ, കാലാവസ്ഥ, മണ്ണുകളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താവും ഹ്യൂമൻ ജിയോഗ്രഫി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഭൂമിയിലുള്ള മനുഷ്യന്റെ അല്ലെ, മനുഷ്യൻ അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, അവന്റെ കൾച്ചർ അല്ലെ, അവൻ എങ്ങനെയൊക്കെയാണ് അവിടെ ജീവിക്കുന്നത് അല്ലെ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിയാണോ ജീവിക്കുന്നത്, പ്രകൃതിയെ മോശമായിട്ട് കാണുന്നുണ്ടോ അല്ലെ, പ്രകൃതിക്ക് എതിരെയായിട്ട് അവനെ നിൽക്കുന്നുണ്ടോ അല്ലെ, എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻസ്
അല്ലെ, എങ്ങനെയാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വിതരണം എങ്ങനെയാണ്, അല്ലെ, ഇന്ത്യയുടെ ജനസാന്ദ്രത, അല്ലെ, ഒരുപാട് കാര്യം നമ്മൾ എവിടെ പഠിക്കും, ഹ്യൂമൻ ജിയോഗ്രഫി എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും. നെക്സ്റ്റ് എന്താണ്, നേച്ചർ ഓഫ് ഹ്യൂമൻ ജിയോഗ്രഫി, അല്ലെ, എന്താണ് മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ എന്താണ്, അല്ലെ, ഇങ്ങനെയാണ് ഹ്യൂമൻ ജോഗ്രഫിന്റെ ഒരു വിതരണം, അല്ലെ. നമ്മൾ ഇന്ത്യ ഡിസിപ്ലിനറി, അല്ലെ, പറയുകയാണെങ്കിൽ ഇപ്പോൾ ലൈക്ക് സോഷ്യോളജി, അതുപോലെ തന്നെ ഇക്കണോമിക്സ്, അല്ലെ, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, ഹിസ്റ്ററി, ഈ ഓരോ സബ്ജക്റ്റുകളും തമ്മിൽ ഒരു നേച്ചർ ഹ്യൂമൻ ജോഗ്രഫിയുമായിട്ട് എങ്ങനെയാണ് അതിന്റെ ലിങ്ക്, അല്ലെ, അതുപോലെ തന്നെ മെന്നും എൻവയോൺമെന്റും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ എന്നൊക്കെ നമ്മളിവിടെ പഠിക്കും. നമ്മൾ ഈ ഒരു ടോപ്പിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ജോഗ്രഫിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എന്താണ് നാച്ചുറലൈസേഷൻ ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഹ്യൂമനൈസേഷൻ ഓഫ് നേച്ചർ, അല്ലെ. രണ്ടും തമ്മിൽ ഒരു ബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ. മനുഷ്യന്റെ പ്രകൃതി വൽക്കരണവും അതുപോലെ തന്നെ എന്താണ് പ്രകൃതിയുടെ മനുഷ്യവൽക്കരണവും, അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും നാച്ചുറലൈസേഷൻ ഓഫ് ഹ്യൂമൻസ്, അല്ലെ. നമ്മൾ മനസ്സിലാണ്ടു എന്താണ് ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള എന്തോ ഒരു സംഭവമാണെന്നാണ് ഈ ടോപ്പിക്കിൽ ഉള്ളത്. അപ്പൊ നമുക്കറിയാം നാച്ചുറലൈസേഷൻ ഓഫ് ഹ്യൂമൻസ് പറയുമ്പോൾ ഇവിടെ ആരാണ്, ഇവിടെ പ്രകൃതിയാണ്. ആര് ഇത്ര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആരാണ്, പ്രകൃതിയാണ്, അല്ലെ. അപ്പൊ ഇവിടെ മനുഷ്യന് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രകൃതിയെയാണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ മനുഷ്യ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, അവൻ പ്രകൃതി. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രാചീന കാലം, അല്ലെ, നായാട്ടും ശേഖരണമൊക്കെ ആയിട്ട്, അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് പ്രകൃതിയിൽ നിന്ന് പ്രകൃതി നൽകുന്ന വസ്തുക്കളാണ് അവര് മനുഷ്യനെ ഹണ്ട് ചെയ്തിരുന്നത്, അല്ലെ. ഇപ്പൊ മൃഗങ്ങളെ വേട്ടയാടലായിക്കോട്ടെ, അല്ലെങ്കിൽ കായ്ക്കനികൾ ശേഖരിക്കലൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് പ്രകൃതി ഇട്ടുകൊടുക്കുന്ന സംഭവങ്ങൾ മനുഷ്യന് സ്നേഹപൂർവ്വം അത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്നു, അല്ലെ. പ്രകൃതിക്കോടെ നന്ദിയും പറയുന്നു. അപ്പൊ അതാണ് ഇവിടെ നേച്ചറാണ് പവർഫുൾ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ മനുഷ്യൻ എന്താണ് പ്രകൃതിയെ അനുസരിക്കുന്ന ഒരു ജീവി മാത്രമാണ്, അല്ലെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എന്താണ് ഹ്യൂമനൈസേഷൻ ഓഫ് നേച്ചർ, അല്ലെ. പ്രകൃതിയെ മനുഷ്യവൽക്കരണം, അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഇവിടെ പ്രകൃതിയെ മനുഷ്യന് എന്ത് ചെയ്യാണ്, നിയന്ത്രിക്കുകയാണ്, അല്ലെ. പ്രകൃതി കോട്ടം തട്ടാത്ത രീതിയിൽ മനുഷ്യന് പ്രകൃതിയെ നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രകൃതി നൽകുന്ന അല്ലെങ്കിൽ പ്രകൃതി കൊടുക്കുന്ന എന്തെങ്കിലും പ്രതിഭാസങ്ങളെ അതിജീവിക്കുകയാണ് ആര് ചെയ്യുന്നത്, മനുഷ്യൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ റിവർ, അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ അണക്കെട്ടുകളുണ്ട്, അല്ലെ, അണക്കെട്ടുകളുണ്ട്. അപ്പൊ നദിയിൽ നമ്മൾ എന്ത് നിർമ്മിക്കുന്നുണ്ട്, അണക്കെട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല ഒരു ക്ലൈമറ്റ് ഉള്ളൊരു മഴയുള്ള സമയത്ത്, അല്ലെ, പ്രകൃതിയെ ദോഷം തട്ടാത്ത രീതിയിൽ നമ്മൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്, പ്രകൃതിയെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. പക്ഷെ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ടാകും, അതും നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാകും, അല്ലെ. അപ്പൊ ഇത്രയും ഇതും കൂടുതൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം, അല്ലെ. പരിസ്ഥിതി നിർണയവാദം, പോസിബിലിസം, സാധ്യതാ സിദ്ധാന്തം ആൻഡ് നിയോ ഡിറ്റർമിനിസം, നവനിർണയവാദം, അല്ലെ. നമുക്കൊരു 3 തിയറീസ് ഇവിടെ പഠിക്കാനുണ്ട്, അല്ലെ. അപ്പൊ മെന്നും എൻവയോൺമെന്റും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ ഒരു ബന്ധം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രിഫിത്ത് ടൈലർ ഒക്കെ അദ്ദേഹത്തിന്റെ ആ കോൺസെപ്റ്റിലൂടെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് എന്താണ് ഡിഫറെന്റ് അപ്രോച്ചസ് ഇൻ ജിയോഗ്രഫി, അല്ലെ. ഭൂമിശാസ്ത്രത്തിലെ വ്യത്യസ്ത സമീപനങ്ങളാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, അപ്രോച്ചസ് പഠിക്കാനുണ്ട്, അല്ലെ. ഏതൊക്കെ അപ്രോച്ചസ് ആയിരിക്കും, റാഡിക്കൽ അപ്രോച്ചസ് ഉണ്ടാവും, അല്ലെ. റാഡിക്കൽ സ്കൂൾ ഓഫ് ജോഗ്രഫേഴ്സ്, അതുപോലെ തന്നെ വെൽഫെയർ സ്കൂൾ ഓഫ് ജോഗ്രഫേഴ്സും, അതുപോലെ ബിഹേവിയറൽ സ്കൂൾ ഓഫ് ജോഗ്രഫേഴ്സ്. അങ്ങനെ നമുക്കിവിടെ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാണ്ട് നമുക്ക് ഇവിടെ അപ്രോച്ചസ് ഇൻ ജോഗ്രഫിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, സബ് ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ ജിയോഗ്രഫി, അല്ലെ. മാനവ ഭൂമിശാസ്ത്രത്തിന്റെ ഉപശാഖകളിൽ സബ് ഫീൽഡുകളാണ്
ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കൊരു അറിയാം, ഒരു ടേബിളായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അല്ലെ, സാമൂഹ്യ ഭൂമിശാസ്ത്രത്തിന്റെ സബ് ഫീൽഡുകൾ, ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി, മെഡിക്കൽ ജോഗ്രഫി അല്ലെ, അതുപോലെ തന്നെ ജെൻഡർ ജോഗ്രഫി ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നൊക്കെ നമ്മളോട് പഠിക്കും, നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ ജോഗ്രഫി മാത്രമല്ല അല്ലെ, അർബൻ ജോഗ്രഫി, അതുപോലെ തന്നെ പോപ്പുലേഷൻ ജോഗ്രഫി അല്ലെ, പൊളിറ്റിക്കൽ ഇക്കോണമിക്കൽ ജോഗ്രഫി ഒക്കെ നമ്മൾ അതിന്റെ സബ് ഫീൽഡുകളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയ്ക്കും അല്ലെ 1, 2, 3 അല്ലെ 6 ടോപ്പിക്സുകൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് നമ്മുടെ ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആണോ? ഇപ്പൊ +1 നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നുന്നുണ്ടാകും? സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടാവും അല്ലെ. +1 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിസിക്കൽ ഫിഗേഴ്സ് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രക്കും കാര്യങ്ങൾ പഠിച്ചു വന്നവർക്ക് എന്തായിരിക്കും +2 സിമ്പിൾ ആയിരിക്കും അല്ലെ. പഠിക്കാത്തവർക്ക് സിമ്പിൾ ആയിരിക്കില്ല. പക്ഷെ സിമ്പിൾ ആണെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് കരുതി നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാനും പറ്റത്തില്ല. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും എന്ത് ചെയ്യാ, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ പഠിക്കുക. അപ്പൊ ഈ ചാപ്റ്റർ അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത് നമുക്ക് ക്ലാസ്സുകളിൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സും ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എജുപോർട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. ഓരോ ക്ലാസ്സും എന്താണ് അടിപൊളിയായിട്ട് ഡിഫറെൻറ്റ് എക്സാമ്പിളുകളോട് നമുക്ക് പഠിക്കാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണ്ടേ അല്ലേ. +2 ആണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യും വേണം. അതുപോലെ തന്നെ നല്ല മാർക്ക് വേണം, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് നീങ്ങുകയും വേണം. അപ്പൊ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.